വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം. കണ്ണൂർ നേതാക്കൾക്കിടയിലെ വിഭാഗീയതയാണ് ഗോവിന്ദനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ. കത്ത് വിവാദത്തിന് പിന്നിൽ EP ജയരാജൻ എന്നാണ് സംശയിക്കുന്നത്. പരാതിക്കാരനായ ഷർഷാദിനെ EP ജയരാജൻ ഫോണിൽ വിളിച്ച് കത്തിലെ വിവരങ്ങൾ ആരാഞ്ഞതായാണ് വിവരം. നേരത്തെ ജോൾസൺ വിവാദം സംസ്ഥാന സമിതിയിൽ P ജയരാജൻ ഉയർത്തിയതും ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. സുലൈസ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുല, ഇന്നലെ പുറത്തു വന്ന ഒരു കത്ത്, ആ കത്ത് ശരിക്കും CPM-നുള്ളിൽ ഒരു കുത്തായി മാറിയിരിക്കുന്നു. വലിയ പടയൊരുക്കം സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുണ്ടോ എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്താണ് വാർത്തയുടെ വിവരം? CPM-നെ സംബന്ധിച്ച് അസാധാരണമായ ചില രാഷ്ട്രീയ നീക്കങ്ങളും ഗ്രൂപ്പ് സമവായങ്ങളും പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്നു എന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർട്ടിക്കുള്ളിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് പക്ഷേ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കാലത്ത് CPM-നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് CPM-ന്റെ കണ്ണൂർ ലോബിയായിരുന്നു. പക്ഷേ ആ കണ്ണൂർ ലോബിക്കുള്ളിൽ വലിയ വിഭാഗീയത ഉണ്ടാകുന്നു. ആ വിഭാഗീയതയാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ തന്നെ ഒരു മൂവ്മെന്റായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അതിനൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. അതായത് MV ഗോവിന്ദൻ അപ്രതീക്ഷിതമായിട്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. ഒരുപക്ഷെ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന അംഗം പിണറായി വിജയനും കോടിയേരിയും കഴിഞ്ഞാൽ പാർട്ടിയിലെ ഏറ്റവും സീനിയർ ആയിരുന്ന EP ജയരാജൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി എത്തും എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അത് ആ അവസാന നിമിഷം അത് മാറുകയും MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുകയും ചെയ്തു. അന്ന് മുതൽ EP ജയരാജൻ പാർട്ടിയിലെ ഒരുപാട് നാൾ പാർട്ടിയിൽ നിന്ന് സജീവ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഒരു പരിധിവരെ പിന്നീട് പിണറായി തന്നെ ഇടപെട്ട് ആ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ആകുമ്പോഴും പക്ഷേ ഈ അതൃപ്തിയായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല മറ്റു ചില സംഭവ വികാസങ്ങൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില വിവാദങ്ങൾ, അത്തരം വിവാദങ്ങളിൽ അതൃപ്തരായിട്ടുള്ള ചില ആളുകളുണ്ട്. അതിൽ EP ജയരാജനുണ്ട്, P ജയരാജനുണ്ട്. അങ്ങനെ നിരവധി നേതാക്കൾ, പാർട്ടിയുടെ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ പലരുമുണ്ട്. അങ്ങനെ ചില നേതാക്കളാണ് ഇപ്പോൾ CPM-ൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയർന്നിട്ടുള്ള വിവാദങ്ങൾക്ക് പിന്നിലെന്നാണ് പാർട്ടിയിലെ MV ഗോവിന്ദനെ അനുകൂലിക്കുന്ന വിഭാഗം വിശ്വസിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ കൃത്യമായി അവർ നിരത്തുന്നുണ്ട്. അതിലൊന്ന് നോക്കൂ, കഴിഞ്ഞ ദിവസം വന്ന ജോൾസൺ വിവാദം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ കണ്ണൂരിൽ നിന്നുള്ള P ജയരാജൻ ഉന്നയിക്കുകയാണ്. അത് മാസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. ആ സംഭവമാണ് സംസ്ഥാന സമിതിയിൽ ഒരു ചിത്രം ഉയർത്തിക്കാട്ടി P ജയരാജൻ ഒരു വിവാദമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് പിന്നീട് അത് മാധ്യമങ്ങളിൽ വാർത്തയാവുന്നു. ജോൾസൺ തന്നെ രംഗത്തെത്തുന്നു. അത് അനൌദ്യോഗികമായ സന്ദർശനമായിരുന്നു, സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന് പറഞ്ഞ് അത് അവിടെ അവസാനിക്കുന്നു. അതിന് പിന്നാലെയാണ് ഒരു കത്ത് വിവാദം ഉണ്ടാവുന്നത്. കത്ത് വിവാദം പക്ഷേ MV ഗോവിന്ദനപ്പുറത്തേക്ക് MV ഗോവിന്ദന്റെ മകനെ ലക്ഷ്യമിട്ടുകൊണ്ട് MV ഗോവിന്ദനെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ കത്തുമായി ബന്ധപ്പെട്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് ആ കത്ത് നൽകിയത് ഷർഷാദ് എന്ന ചെന്നൈ സ്വദേശിയായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. ഷർഷാദ് ഈ വിവാദം ഉയർന്നതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസം ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച കത്തുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച നടന്നതിന് തൊട്ടു പിന്നാലെ ഷർഷാദിനെയും EP ജയരാജൻ ഇവിടെ ഫോണിൽ വിളിക്കുകയും ഇതിന്റെ വിശദാംശങ്ങൾ ആരായുകയും ചെയ്തുവെന്ന് അദ്ദേഹം ഇന്നലെ അനൌദ്യോഗികമായി ഇന്നലെ നാം സംസാരിക്കുമ്പോൾ ഷർഷാദ് തന്നെ പറഞ്ഞിരുന്നു. അതായത് കൃത്യമായി ഒരു മൂവ്മെന്റ് അതിനുശേഷം നടക്കുന്നു. അതിനുശേഷമാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, കത്തിന്റെ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. മാത്രമല്ല പാർട്ടിയിലെ തന്നെ CPM-ലെ തന്നെ മറ്റ് ചില നേതാക്കൾക്ക്, പ്രധാനപ്പെട്ട ചില നേതാക്കൾക്ക് ഷർഷാദുമായി വ്യക്തിപരമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ വേണം MV ഗോവിന്ദനെതിരെ ഇത്തരത്തിലൊരു പ്ലാൻഡ് ആയ നീക്കം നടക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ CPM-നെ സംബന്ധിച്ച് CPM-ൽ പാർട്ടിയിലെ രണ്ടാമൻ ആര് എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളൊക്കെ അനൌദ്യോഗികമായി പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. സ്വാഭാവികമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് പാർട്ടിയിൽ രണ്ടാമനാവുന്നത്. പാർട്ടിയിലെ ഏറ്റവും ശക്തനായ രണ്ടാമത്തെ നേതാവ് എന്ന തരത്തിലേക്ക് വരുന്നു. അത്തരം ചർച്ചകൾ ഉയരുന്നു എന്നതുകൂടി നമ്മൾ കാണാതെ പോയിക്കൂടാ. സ്വാഭാവികമായും ആ സാഹചര്യത്തിലാണ് ഗോവിന്ദനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് തന്നെ ഇത്തരം ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത് എന്നതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കണ്ണൂർ ലോബിയിൽ ഉണ്ടായ ഭിന്നിപ്പാണ്. കണ്ണൂർ പാർട്ടിയിൽ കഴിഞ്ഞ കുറക്കാലമായി ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ട് വേണം ഈ പുതിയ വിവാദങ്ങളെ വ്യാഖ്യാനിക്കാൻ. എന്തായാലും ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രിതമായ ശ്രമം ഉണ്ടെന്ന് തന്നെയാണ് എം വി ഗോവിന്ദനെ അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല തനിക്കെതിരെ നിരന്തരമായി ഉയർന്നു വരുന്ന ഇത്തരം ആരോപണങ്ങളിൽ എം വി ഗോവിന്ദനും അസ്വസ്ഥനാണ്. അജി.